ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി മോരുകറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനായിട്ട് വെള്ളിരിക്ക ആട്ടോ എടുത്തിരിക്കുന്നത്. വെള്ളിരിക്ക ഒരു കഷ്ണം കണ്ടിച്ച് നല്ല വൃത്തിയാക്കി കഴുകി ചട്ടിയിലിട്ടു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എരിവിനായിട്ട് ചേർക്കുന്നത് പച്ചമുളക് ആട്ടോ. നല്ല എരിവുള്ള പച്ചമുളക്, ഈ ഉണ്ടമുളക് ഇല്ലാതാട്ടോ ഞാൻ ഇതിനിടുന്നത്. മുളക് പൊടി ഇടാറില്ല. നേരത്തെയൊക്കെ ഞാൻ മുളക് പൊടി ഇടുമായിരുന്നു കേട്ടോ, പക്ഷേ ഇപ്പോൾ മുളക് പൊടി ഇടാറില്ല. മുളക് പൊടി ശകലമാണെങ്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ച് വരും, വേറൊരു കളർ വരും. നമ്മൾ ഈ പച്ചമുളക് മാത്രം നല്ല എരിവിനിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ പച്ചമുളക് മാത്രം ഇടുവാണെങ്കിൽ നല്ല മഞ്ഞ കളറിലിരിക്കും കേട്ടോ. അപ്പം ഞാൻ അതിനകത്തേക്ക് ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്ത് അതവിടെ നിന്ന് വേവട്ടെ കേട്ടോ. അപ്പം നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ തേങ്ങ ഞാൻ ഒരു ശകലം തേങ്ങ അതിന് ആവശ്യത്തിനുള്ള, ഒത്തിരി തേങ്ങയൊന്നും വേണ്ട. ഒരുപാട് തേങ്ങയായി ഇങ്ങനെ കുറുകുറുന്നിരിക്കും, ഒത്തിരി കുറുകുറുന്നിരിക്കും. തേങ്ങ കൂടുതലായിട്ട് ഇന്നൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഞാനതിന് തേങ്ങ എടുത്തു. തേങ്ങയിലേക്ക് ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും 3-4 ഉള്ളിയും കൂടെ കൂടിയിട്ട് അരച്ചെടുത്തു കേട്ടോ. അപ്പം ഇടയ്ക്ക് നമ്മൾ നോക്കി നമ്മുടെ വെള്ളരിക്ക വെന്തിട്ടുണ്ടോയെന്ന് നമ്മളൊന്ന് നോക്കി. അപ്പം വെന്തിട്ടില്ല. അപ്പം ഞാനത് അതേപോലെ തന്നെ മൂടി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. വെള്ളമൊന്നും ഒഴിക്കണ്ട, വെള്ളമെല്ലാം കറക്റ്റായിട്ട്, ഒത്തിരി വെള്ളം കൊള്ളൂല. അപ്പോൾ നമ്മൾ ആ തേങ്ങ അരച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചു. അപ്പോൾ ഒരു 3/4 ഭാഗം നമ്മുടെ മോര് റെഡിയായി. ഇനി നമുക്ക് അതിനകത്തേക്ക് മെയിനായിട്ട് ആവശ്യമുള്ള മറ്റൊരു സാധനം എന്ന് പറയുന്നത് തൈരാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന തൈര് കുറച്ച് കട്ട തൈരായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ്, കട്ട തൈര് ഒരിക്കലും അതിലേക്ക് ഒഴിക്കരുത്, കട്ട പോലെ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും. ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് ഞാനത് അതിലേക്ക് ഒഴിച്ചു കേട്ടോ. അപ്പം നമ്മുടെ മോരുകറി റെഡിയായി കേട്ടോ. പിന്നെ നമുക്ക് താളിക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെ വേണേ. വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഉലുവ പൊട്ടുമ്പോഴത്തേക്കും, ഉലുവ പൊട്ടണ വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഉലുവ പൊട്ടുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കറിവേപ്പില ഇടണമല്ലോ. അപ്പോൾ കറിവേപ്പില വീട്ടിലിരിപ്പുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഞാൻ നല്ല ഫ്രഷ് കറിവേപ്പില എൻ്റെ കറിവേപ്പിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ അതിനൊന്നും കൂടി ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കറിവേപ്പില ഊരിയിട്ടു കേട്ടോ അതിനകത്തേക്ക്. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. നമുക്ക് ഇത്രയും ഇടുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. എന്നിട്ട് ആ കറിവേപ്പില നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ച് താളിച്ചെടുക്കണം. അപ്പം ഞാൻ ഒഴിക്കും കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റാണ്. നമുക്ക് ഇളക്കുമ്പം കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതുപോലെ ഇരിക്കണം. ഒത്തിരി വെള്ളം പോലെ ഇരുന്നാലും കൊള്ളൂല, ഒരുപാട് കുറുകി ഇരുന്നാലും കൊള്ളൂല, തേങ്ങ അധികം ആയാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം ഒരു കറക്റ്റായിട്ട് വരണം. അപ്പോൾ ഇത് ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പം എൻ്റെ മോരുകറി അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്